ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബയോളജിയിലെ സെൽ ആൻഡ് സെൽ സൈക്കിൾ എന്ന ചാപ്റ്ററാണ്. എൻട്രൻസിൽ പല പ്രാവശ്യം ആവർത്തിച്ച് ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. Cell theory states that cell arise from pre-existing cells. Sexually reproducing organism starts its life cycle from single-celled zygote. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം എല്ലാം അതിൻ്റെ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സെൽഡ് സൈഗോട്ടിലെന്നാണ്. The stages through which cell passes from one division to the next cycle is called cell cycle. Cell cycle is divided into two phases called interphase and mitotic phase. Interphase is a period of preparation for a cell for division. ഇത് ഒരു സെല്ലിൻ്റെ ഡിവിഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പീരീഡാണ്. അടുത്ത ഫേസാണ് മൈറ്റോട്ടിക് ഫേസ്. ദിസ് ഫേസ് ഈസ് നോൺ ആസ് ആക്ച്വൽ പീരീഡ് ഓഫ് സെൽ ഡിവിഷൻ. ഈ പീരീഡാണ് സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന സമയം. ഇന്റർഫേസ് ഈസ് ഫർദർ സബ്ഡിവൈഡഡ് ഇൻടു G1 S phase and G2 phases. S phase is also known as synthesis phase. S phase mark the phase of DNA replication and chromosome duplication. ഈ ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്, അതുപോലെ തന്നെ ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു. ഇവിടെ ക്രോമസോം നമ്പർ ഒരിക്കലും ഇൻക്രീസ് ചെയ്യുന്നില്ല, പക്ഷേ എമൗണ്ട് ഓഫ് DNA ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. G1 phase is the period when the cell grows and carries out normal metabolism. G1 ഫേസിൽ സെല്ലിൻ്റെ നോർമൽ ഗ്രോത്തും അതിൻ്റെ മെറ്റബോളിസവും മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ സിന്തസിസ് ഫേസിലാണ് DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. G2 phase is the period of cytoplasmic growth. ഇവിടെ സൈറ്റോപ്ലാസത്തിൻ്റെ ഗ്രോത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. മൈറ്റോസിസ്, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് മെയിൻ ഫേസാണുള്ളത്, ഇൻ്റർഫേസും മൈറ്റോട്ടിക് ഫേസും. അതിലെ മൈറ്റോട്ടിക് ഫേസ് ഈസ് ആൾസോ നോൺ ആസ് M phase. ദിസ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 phases, നെയിംലി പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഈ ഓരോ ഫേസും നമ്മൾ പ്രത്യേകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് പ്രൊഫേസ് നോക്കാം. പ്രൊഫേസ്, chromosomal condensation occurs during prophase. The centrioles when present move to opposite poles. The nuclear envelope and nucleolus disappears. പ്രൊഫേസിൽ മെയിനായിട്ട് നടക്കുന്നത് ക്രോമസോമൽ കണ്ടൻസേഷനാണ്. സെൻട്രിയോൾസ് ഇതിൽ പ്രസൻ്റ് ആയിരിക്കും. ഇത് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ന്യൂക്ലിയർ എൻവലപ്പും ന്യൂക്ലിയോലസും ഇവിടെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അടുത്തതായി മെറ്റാഫേസ് ഈസ് മാർക്ക്ഡ് ബൈ അലൈൻമെൻറ്റ് ഓഫ് ക്രോമസോംസ് അറ്റ് ദ ഇക്വറ്റോറിയൽ പ്ലേറ്റ്. മെറ്റാഫേസിലാണ് രണ്ട് ക്രോമസോം പാർട്ടും ഇക്വറ്റോറിയൽ പ്ലേറ്റിലായിട്ട് അലൈൻ ചെയ്യുന്നത്. അടുത്തതായി അനാഫേസ്. ദ സെൻട്രോമേഴ്സ് ഡിവൈഡഡ് ഇൻടു ക്രോമാറ്റിഡ്സ് മൂവ് ടു ദ ഓപ്പോസിറ്റ് പ്ലേറ്റ്സ് ഡ്യൂറിങ് അനാഫേസ്. ഇവിടെ സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ചെയ്യപ്പെടുകയും ക്രോമാറ്റിഡ്സ് രണ്ട് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി വരുന്ന ഫേസാണ് ടീലോഫേസ്. ദ ക്രോമസോമൽ ഇലോങ്ങേഷൻ ഒക്കേഴ്സ്, ന്യൂക്ലിയർ എൻവലപ്പ് ആൻഡ് ന്യൂക്ലിയോലസ് റീഅപ്പിയേഴ്സ് ഡ്യൂറിങ് ടീലോഫേസ്. ഇവിടെ പ്രധാനമായും സംഭവിക്കുന്നത് ക്രോമസോമൽ ഇലോങ്ങേഷനാണ്. അതുപോലെ തന്നെ പ്രൊഫൈസിൽ സംഭവിച്ച അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനവും ഇവിടെ സംഭവിക്കുന്നു. ഇവിടെ ന്യൂക്ലിയോലസും ന്യൂക്ലിയർ എൻവലപ്പും റീഅപ്പിയർ ചെയ്യുന്നു. പക്ഷേ പ്രൊഫൈസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അവിടെ ന്യൂക്ലിയർ എൻവലപ്പും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഈസ് ആൾസോ കാൾഡ് സൈറ്റോകൈനസിസ്. ഇവിടെ സൈറ്റോപ്ലാസവും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. Meiosis occurs in diploid cells. It is called a reductional division in which chromosomal number is reduced to half while making the gametes. ഇത് റിഡക്ഷണൽ ഡിവിഷനാണ്.
ഇവിടെ ക്രോമസോമൽ നമ്പർ അതിൻ്റെ നേരെ പകുതിയായി റെഡ്യൂസ് ചെയ്യുന്നു. ഇത് പ്രധാനമായും റീപ്രൊഡക്റ്റീവ് സെല്ലിലാണ് ഈ ഡിവിഷൻ സംഭവിക്കുന്നത്. Meiosis is divided into two phases, namely meiosis first and meiosis second. Meiosis first is again divided into prophase first, metaphase first, anaphase first and telophase first. ഇതിൽ തന്നെ ഓരോ ക്ലാസിഫിക്കേഷനും പിന്നെ വരുന്നുണ്ട്. പ്രൊഫേസ് ഫസ്റ്റ് പിന്നെ ഡിവൈഡഡ് ഇൻറ്റു ലെപ്റ്റോട്ടിനെ, സൈഗോട്ടിനെ, പാക്കിറ്റീൻ ആൻഡ് ഡിപ്ലോട്ടിനെ ആൻഡ് ഡയഗൈനസിസ് ഫേസ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ മെയിനായിട്ട് ഒക്കർ ചെയ്യുന്നത് പാക്കിറ്റീൻ സബ് ഫേസിലാണ്. മിയോസിസ് സെക്കൻഡ് ഈസ് സിമിലർ ടു മൈറ്റോസിസ് ആൻഡ് ഹാസ് പ്രൊഫൈസ് സെക്കൻഡ്, മെറ്റാഫേസ് സെക്കൻഡ്, അനാഫേസ് സെക്കൻഡ് ആൻഡ് ടീലോഫേസ് സെക്കൻഡ്. മിയോസിസ് സെക്കൻഡ് മൈറ്റോസിസുമായിട്ട് സാമ്യമുള്ളതാണ്. ഇവിടെയും 4 സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ്. മിയോസിസ് നടക്കുന്നതിൻ്റെ അവസാനം 4 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് മിയോസിസിനെ മൈറ്റോസിസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് മിയോസിസിനാണ്. മിയോസിസിലെ തന്നെ പ്രൊഫൈസ് ഫസ്റ്റ് ഫേസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എൻട്രൻസിൽ വരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മിയോസിസ് ഫസ്റ്റ് ഫേസിൽ നിന്നാണ്. Meiosis first is longer phase and consists of 5 subphases, namely leptotene, zygotene and packitine phases. മിയോസിസ് ഫസ്റ്റിന് പ്രധാനമായും 5 സബ് ഫേസ് ആണുള്ളത്. ഇത് ലെപ്റ്റോട്ടിനെ, സൈഗോട്ടിനെ, പാക്കിറ്റീൻ ആൻഡ് ഡിപ്ലോട്ടിനെ ആൻഡ് ഡയാഗൈനസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഓരോ ഫേസിനെയും പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായി ലെപ്റ്റോട്ടിനെ. ഈ ഫേസിൽ ന്യൂക്ലിയസ് increases to its size by absorbing water from the cytoplasm. സൈറ്റോപ്ലാസത്തിൽ നിന്ന് വാട്ടർ അബ്സോർബ് ചെയ്തതിനു ശേഷം ന്യൂക്ലിയസിൻ്റെ സൈസ് വലുതാവുന്നു. ദ ക്രോമാറ്റിൻ മെറ്റീരിയൽ ഓർഗനൈസ് ഇൻ ടു എ കോൺസ്റ്റൻറ്റ് നമ്പർ ഓഫ് ക്രോമസോംസ്. ഒരു നിശ്ചിത നമ്പർ ഓഫ് ക്രോമസോമിലേക്ക് ക്രോമാറ്റിൻ മെറ്റീരിയൽ അറേഞ്ച് ചെയ്യപ്പെടുന്നു. ദ ക്രോമസോംസ് ആർ ലോങ്, സ്ലെൻഡർ ആൻഡ് ഷോ ബീഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാൾഡ് ക്രോമസോമിയേഴ്സ്. ക്രോമസോമിൻ്റെ സൈസ് വലുതാവുന്നതോടുകൂടെ തന്നെ അതിന് ലെങ്തും അതിൻ്റെ വിഡ്ത്തും കൂടി വരുന്നു. ദ എൻഡ്സ് ഓഫ് ദ ക്രോമസോം കൺവെർജ് ടുവേർഡ്സ് ദ സൈഡ്സ് ഓഫ് ന്യൂക്ലിയസ്. ക്രോമസോമിൻ്റെ ഓരോ എൻഡും ന്യൂക്ലിയസിന് അടുത്തേക്ക് കൺവെർജ് ചെയ്യപ്പെടുന്നു. വേർ ദ സെൻട്രോമിയർ എവിടെയാണോ ലൈസ് ചെയ്യുന്നത് അവിടേക്കാണ് 2 എൻഡും കൺവെർജ് ചെയ്യപ്പെടുന്നത്. അടുത്ത ഫേസാണ് സൈഗോട്ടിന്. The chromosome becomes shorter and thicker. They approach each other and form pairs. This homologous pairs is called bivalent and possess pairing called synapsis. It is accompanied by the formation of synaptomal complex. The synapsis occurs at pro-terminal point or procentric or random means. ഈ ഫേസിൽ ക്രോമസോം കൂടുതൽ കണ്ടൻസ് ചെയ്യപ്പെടുന്നു ആൻഡ് ഇത് 2 ജോഡി രൂപത്തിൽ കാണപ്പെടുകയും ഇത് തമ്മിൽ സിനാപ്സിസ് നടക്കുകയും ചെയ്യുന്നു. ഈ ഫോർമേഷനെ സിനാറ്റോമൽ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. അടുത്ത ഫേസാണ് പാക്കിറ്റിൻ ഫേസ്. ബൈവാലൻ ക്രോമസോംസ് ആർ നൗ ക്ലിയർലി അപ്പിയേഴ്സ് as tetrads. This stage is characterized by the presence of recombination modules, the sites of which crossing over occurs between the non-sister chromatids of homologous chromosomes. ഈ ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് ക്രോസിംഗ് ഓവർ ഒക്കർ ചെയ്യുന്നത്. 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലാണ് ക്രോസിംഗ് ഓവർ ഒക്കർ ചെയ്യുന്നത്. ഈ ക്രോമസോംസ് ഹോമലോഗസ് ആയിരിക്കും. ക്രോസിംഗ് ഓവർ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ 2 ഹോമലോഗസ് ക്രോമസോംസ്. മൂന്നാമത്തെ ഫേസാണ് ഡിപ്ലോട്ടിനെ. The homologous chromosomes of a bivalent begin to separate from each other except at the site of crossover occurs. The X-shaped structures are called chiasmata. The chromatids undergo condensation, contraction and thickening. ഇവിടെയും ക്രോമസോംസ് കൺട്രാക്ഷനും കണ്ടൻസേഷനും തിക്കനിങ്ങിനും വിധേയമാകുന്നു. ഇവിടെ ക്രോമസോംസ് കണ്ടൻസ് ചെയ്ത് ഒരു എക്സ് ഷേപ്പിലൂടെ കയാസ്മ രൂപത്തിലേക്ക് മാറുന്നു.
അടുത്ത ഫേസ് ഡയാകൈനസിസ് ആണ്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ ടെർമിനലൈസേഷൻ ഓഫ് കയസ്മാറ്റ. In this phase, the chromosomes are fully condensed and the mitotic spindle is assembled to prepare the homologous chromosomes for separation. By the end of this phase, the nuclear membrane breaks down, the nucleolus disappears. ഡിപ്ലോട്ടിനെ ഫേസിൽ ഫോം ചെയ്ത കയാസ്മാറ്റ ഇവിടെ 2 ടെർമിനലിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസും ഡിസപ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഹോമോലോഗസ് ക്രോമസോംസ് മുഴുവനായി കണ്ടൻസ് ചെയ്യപ്പെടുകയും 2 ടെർമിനലിലേക്ക് മാറുകയും ചെയ്യപ്പെടുന്നു. അടുത്തതായി നമുക്ക് മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം. മൈറ്റോസിസ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. ഇറ്റ് ആൾസോ ഒക്കേഴ്സ് ഇൻ സൊമാറ്റിക് സെൽസ്. പക്ഷേ മിയോസിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് സെൽസ്. മിയോസിസ് പ്രധാനമായും റീപ്രൊഡക്റ്റീവ് സെൽസിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇത് ഡിപ്ലോയിഡ് ഓർഗാനിസംസിലും മാത്രമേ പ്രസൻ്റ് ആയിരിക്കുകയുള്ളൂ. മൈറ്റോസിസിൽ ന്യൂക്ലിയോലസ് ഡിവൈഡ്സ് വൺസ്. പക്ഷേ മിയോസിസിൽ ന്യൂക്ലിയോലസ് 2 തവണ ഡിവൈഡ് ചെയ്യുന്നു. മൈറ്റോസിസിൽ ഡോട്ടർ സെൽസ് ആർ ഐഡൻറ്റിക്കൽ ആൻഡ് 2 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്. 2 ഡോട്ടർ സെൽസാണ് ഫോം ചെയ്യുന്നത്. പക്ഷേ മിയോസിസിലാവട്ടെ 4 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോട്ടർ സെൽസ് ഐഡൻറ്റിക്കലും ആയിരിക്കത്തില്ല. മൈറ്റോസിസിൽ പെയറിംഗ് ഓഫ് ക്രോമസോംസ് ഡസ് നോട്ട് ഒക്കേഴ്സ്. അതുപോലെ തന്നെ ബോത്ത് കയാസ്മാറ്റ ആർ ക്രോസിംഗ് ഓവർ ആർ ആബ്സെൻറ്റ്. മൈറ്റോസിസിൽ ക്രോസിംഗ് ഓവറോ കയാസ്മാറ്റോ ഫോം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സെൻട്രോമിയേഴ്സ് അണ്ടർഗോ ഡിവിഷൻ ഇൻ അനാഫേസ്. പക്ഷേ മിയോസിസിലാണെങ്കിൽ ഹോമോലോഗസ് ക്രോമസോംസ് പേഴ്സ് ടു ഫോം ബൈവാലൻസ്. അതുപോലെ തന്നെ ക്രോസിംഗ് ഓവർ മിയോസിസിൽ ഒക്കർ ചെയ്യുന്നു. കയാസ്മാറ്റയും ഫോം ചെയ്യപ്പെടുന്നു. മൈറ്റോസിസിൽ ടൈം ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ മൈറ്റോസിസിനെ അപേക്ഷിച്ച് മിയോസിസിനെ നടക്കാൻ വളരെ കൂടുതൽ സമയം ആവശ്യമാണ്. മിയോസിസിൽ ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ബിറ്റ്വീൻ 2 നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ക്രോസിംഗ് ഓവർ സംഭവിച്ചതിന് ശേഷം കയാസ്മാറ്റ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ സെൻട്രോമിയേഴ്സ് ഡു നോട്ട് ഡിവൈഡഡ് ഇൻ അനാഫൈസ് 1. അതുപോലെ തന്നെ അനാഫൈസ് 2ലും സെൻട്രോമിയേഴ്സ് ഡിവൈഡ് ചെയ്യുന്നില്ല. ദ ക്രോമസോം നമ്പർ ഓഫ് ഡോട്ടർ ന്യൂക്ലിയർ റെഡ്യൂസ് ടു ഹാഫ്. പക്ഷേ മൈറ്റോസിസിലാണെങ്കിൽ ക്രോമസോം നമ്പർ അതുപോലെ തന്നെ സെയിം ആയിരിക്കും. മിയോസിസിൽ ബൈവാലൻസ് ഫോം ചെയ്തതിന് ശേഷം ദേ മൂവ് ടു ഓപ്പോസിറ്റ് പോൾസ്. അത് 2 ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യും. അടുത്തതായി നമുക്ക് മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. Growth in organisms is caused by mitosis. The daughter cells are formed by mitosis are identical with mother cells in characters. ഇവിടെ മൈറ്റോസിസിൽ ഫോം ചെയ്യുന്ന സെൽസ് മദർ സെല്ലുമായിട്ട് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസം മൈറ്റോസിസ് ഹെൽപ്പ് ഇൻ റീപ്രൊഡക്ഷൻ. യൂണിസെല്ലുലർ ഓർഗാനിസംസിൽ മൈറ്റോസിസ് ആണ് റീപ്രൊഡക്ഷൻ സഹായിക്കുന്നത്. The old dead and decaying cells of body are replaced by mitosis. It is useful in regeneration of lost parts and for grafting in vegetative reproduction. മൈറ്റോസിസ് പ്രധാനമായിട്ടും ലോവർ അനിമൽസിലാണ് ഒക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനും മൈറ്റോസിസ് വളരെ സഹായകരമാണ്. പക്ഷേ മിയോസിസ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസിലാണ്. മൈറ്റോസിസ് ഗ്രോത്തിനെ സഹായിക്കുകയെങ്കിൽ മിയോസിസ് റീപ്രൊഡക്ഷനാണ് സഹായിക്കുന്നത്. അടുത്തതായി നമുക്ക് മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം. Meiosis helps in maintenance of constant chromosome number from one generation to the next. Due to crossing over, genetic recombinations are caused which help the origin of new species and lead to evolution. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിയോസിസിലൂടെയാണ് ക്രോസിംഗ് ഓവർ ഒക്കർ ചെയ്യുന്നതും ഒരു പുതിയ സ്പീഷീസിൻ്റെ ഫോർമേഷനും നടക്കുന്നത്. ഇറ്റ്സ് ഹെൽപ്പ് ഇൻ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആൻഡ് ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്നത് മിയോസിസ് ആണ്. അതുപോലെ തന്നെ മിയോസിസ് വഴി ഉണ്ടാകുന്നത് ഒരു പുതിയ സ്പീഷീസ് ആയിരിക്കും. ഇത് പാരൻറ് സെല്ലുമായിട്ട് ഡിഫറൻ്റ് ആയിരിക്കുകയും ചെയ്യും. പുതിയ സ്പീഷീസുകളുടെ ഫോർമേഷനും പരിണാമത്തിനും സഹായിക്കുന്നത് മിയോസിസ് ആണ്. അതുപോലെ തന്നെ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിനും അടിസ്ഥാനം മിയോസിസ് തന്നെയാണ്. മൈറ്റോസിസ് പ്രധാനമായും സഹായിക്കുന്നത് പുതിയ സെല്ലിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് ബോഡി പാർട്സിനുമാണ്. അതുപോലെ തന്നെ ഗ്രോത്തിനും സഹായിക്കുന്നു. പക്ഷേ റീപ്രൊഡക്ഷന് സഹായിക്കുന്നത് മിയോസിസ് ആണ്. ഇതാണ്
മൈറ്റോസിസും മിയോസിസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.